ഹായ് ഓൾ. അപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് തേക്ക് മ്യൂസിയത്തിക്കാണ്. ഞങ്ങൾ വീണ്ടും വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ വ്ളോഗായിട്ട് വരുന്ന കേട്ടോ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മളെ തേക്ക് മ്യൂസിയത്തിക്കാണ് വന്നിട്ടുള്ളത്. നിലമ്പൂര് തേക്കുകളുടെ നാടായ തേക്ക് മ്യൂസിയത്തിക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ തേക്ക് മ്യൂസിയത്തെ ഇന്നത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളെ കൂടെ ഞങ്ങളെ ഫ്രണ്ടും അതുപോലെ തന്നെ ഞങ്ങളെ അയൽവാസികളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ 3 ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീസ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അത് കുട്ടികൾക്ക് ആവശ്യമില്ല. അതുപോലെ 10 വയസ്സിന് മുകളിലുള്ളവർക്ക് 15 രൂപയാണ് വരുന്നത്. അത്രേ നമുക്ക് വരുന്നുള്ളൂ. ഇവിടെ അത്യാവശ്യം കാണാൻ നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് അകത്തേക്ക് കേറിയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ആയിട്ടൊന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ ചെറിയൊരു ഫാമിലി. അപ്പൊ ഇനി തേക്ക് മ്യൂസിയത്തിന്റെ ഉള്ളത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ അവിടുന്ന് ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ. നമുക്ക് എൻട്രൻസ് ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. അപ്പൊ ഇതാ ഇവിടുന്നാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് എടുത്തു. അതുപോലെ നമുക്ക് കാർ പാർക്കിങ്ങിനും വണ്ടികൾ സൗകര്യത്തിനുള്ള പാർക്കിംഗ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാ ടിക്കറ്റ് നമ്മൾ കാണിച്ചു കൊടുത്ത് അകത്തേക്ക് കയറുകയാണ്. നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അപ്പൊ തക്കണ 50 രൂപ കൊടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. കുട്ടികൾക്കൊന്നും ടിക്കറ്റ് വേണ്ട കേട്ടോ. അപ്പൊ അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, നമ്മളെ വനങ്ങളെ പറ്റിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിയം ആണ് കേട്ടോ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് നമ്മൾ മ്യൂസിയത്തിലേക്കാണ് കയറുന്നത്. ആ മ്യൂസിയത്തിൽ ഇവിടെ തേക്കും കൊണ്ടൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെരുപ്പ് കൂരിയിട്ട് തേക്കിന്റെ മ്യൂസിയത്തിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെ തേക്കിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാക്കാൻ നമ്മൾ ഇനി ഇതിന്റെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ കയറി വരുന്നവർ തന്നെ വലിയൊരു തേക്ക് ഉണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ലോകത്തെ ഏറ്റവും വലിപ്പം കൂടിയ തേക്ക് കേട്ടോ. അതായത് നിലമ്പൂരിനെ തേക്കുകളുടെ നാട് എന്നറിയപ്പെടാൻ തന്നെ കാരണം ഈ തേക്കുകൾ കൊണ്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ തേക്കുകളെ കൊണ്ടുള്ള പല ഉപകരണങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തേക്കിന്റെ ഇതാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ പണ്ടത്തെ ഓരോരോ ഉപകരണങ്ങളും അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ അതായത് ഓരോരോ വെറൈറ്റികളായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി താഴത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇനി അപ്പുറത്ത് പാർക്കാണ് വരുന്നത്. അപ്പൊ ഇനി പാർക്കിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ നമുക്ക് ഫ്രഷ് ആവാനുള്ള റൂം സൗകര്യങ്ങൾ ഉണ്ട് കേട്ടോ. ലേഡീസിന്റെ ടോയ്ലറ്റും ജെന്റ്സിന്റെ ടോയ്ലറ്റും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള സജ്ജീകരണം ഉണ്ട് കേട്ടോ. കൂൾ വാട്ടർ ആണെങ്കിൽ അങ്ങനെ ഉണ്ട്, അത് നോർമൽ വാട്ടർ ആണെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാക്കണം കുട്ടികൾക്കുള്ള പാർക്കാണ് പോണത്. പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. സ്ലൈഡുകൾ ഉണ്ട്, അതുപോലെയുള്ള താറാവുകൾ, അതുപോലെ ഊഞ്ഞാല്, അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഐറ്റം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ പുതിയത് ഉണ്ടാക്കി വരുന്നുണ്ട്. അപ്പോൾ അവരവിടെ നല്ല കളിയിലാണ്. ഇവിടെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ താത്താനും ഇമ്മാനും വെച്ച് കുസൃതി ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാണ്ട്. അവർ ഉത്തരം പറയാൻ നോക്കാം. അപ്പം ഞങ്ങൾ ഇങ്ങനെ ചോദിക്കാണ്ട് അവരോട്. പിന്നെ ഞങ്ങളോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. കുസൃതി ചോദ്യമാണ്, ഞാൻ അപ്പം തന്നെ പറഞ്ഞുതരാം. തിന്നാൻ പറ്റുന്ന ലൈറ്റുകൾ. തിന്നാൻ പറ്റുന്ന ലൈറ്റുകൾ. ചോക്ലേറ്റ്. രണ്ടാക്കും കിട്ടിയ ആൻസർ.
അങ്ങനെ ഞങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഗാർഡനിലേക്ക് പോയിട്ടോ. ഗാർഡനിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നു കേട്ടോ. അവരോടും അല്ലാതെ ഇവിടെ ഓരോരുത്തർ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഓരോരോ ക്വസ്റ്റ്യനുകൾ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് കുട്ടികളെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനി ഞങ്ങൾ ഇതിന്റെ മുകളിലേക്ക് കയറാൻ പോവാണ്ട്. ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് തേക്ക് മ്യൂസിയത്തിന്റെ ഈ ഗാർഡൻ ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. ഫുള്ള് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ ഇതിന്റെ മുകളിൽ കയറിയിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. അതാ ഇതുപോലെ ആയിരിക്കും. പാർക്കിംഗ് അല്ല, പാർക്കിലാണ് ഇരിക്കുന്നത്. ഇരിക്കുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. പുല്ലില് ഇമ്മയും കാറ്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ കുട്ടികളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. കുറെ മുകളിൽ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. ഇതാട്ടോ. അപ്പൊ ഞങ്ങൾ അടുത്തത് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞങ്ങൾ വരുമ്പോ ഞങ്ങൾ അടുത്തതായി വരുന്നത് കനോലി പ്ലോട്ടൊക്കെയാണ് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഞങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് എല്ലാം കണ്ടു ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോവാണ് കേട്ടോ. ഐസ്ക്രീം മിൽമന്റെ ഐസ്ക്രീം ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത് തന്നെ. അപ്പോൾ അവിടുന്ന് മിൽമന്റെ ഐസ്ക്രീം വാങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഇതാക്കണ എല്ലാ ഫ്ലേവറും ഉണ്ട് കേട്ടോ. ഇവിടെ വാനില, പിസ്ത, സ്ട്രോബെറി, ചോക്ലേറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങള് വാനിലയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഉണ്ട്, വാനില ഉണ്ട്, ചോക്ലേറ്റും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പിസ്തയും വാനിലയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഐസ്ക്രീം വെയിറ്റ് ആൻഡ് സീ ആണ്. വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ അതൊക്കെ ഏതാ വേണ്ടേ? ഏത് ഫ്ലേവർ വേണ്ടേ? അത് അനിതേ വന്നിട്ടോ. ഏതാ വേണ്ടേ? ഏത് ഫ്ലേവർ? ആദ്യം ഏതാ വാങ്ങിയേ? പിസ്ത. ഞങ്ങൾ മൂന്നാളും വാങ്ങില്ല. ഇത് 20 രൂപയുടെ ഐസ്ക്രീം ആട്ടോ ഗൈസ്. ഇത് 30 രൂപയുടെ ഐസ്ക്രീം ആട്ടോ ഗൈസ്. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി പോവാണ്. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള ഐസ്ക്രീമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ.